ഷൂട്ടിങ്ങിനിടെ കുഴഞ്ഞു വീണു. ശരീരം നൽകിയ ആദ്യ സൂചന നെഞ്ചിനുള്ളിൽ വേദന. പാർവതി തിരുവോത്ത് ഇങ്ങനെ പറയുകയാണ്. നോട്ട്ബുക്ക് എന്ന മലയാള ചിത്രത്തിലൂടെ ചുവടുറപ്പിച്ച നടിയാണ് പാർവതി തിരുവോത്ത്. പിന്നീട് സിനിമകൾ കുറഞ്ഞെങ്കിലും വൻ തിരിച്ചുവരവ് തന്നെ നടി നടത്തിയിരുന്നു. വുമൺ ഓറിയന്റഡ് ആയിട്ടുള്ള ഒട്ടനവധി സിനിമകളിൽ ബോൾഡായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്ത് പാർവതി ഞെട്ടിച്ചിട്ടുണ്ട്. ഒടുവിൽ അഭിനയ മികവിന് സംസ്ഥാന അവാർഡും പാർവതി കരസ്ഥമാക്കിയിട്ടുണ്ട്. പല കാര്യങ്ങളിലും തന്റെ നിലപാടുകൾ തുറന്നു പറയാൻ മടി കാണിക്കാത്ത പാർവതിക്ക് വിമർശനങ്ങളും പലപ്പോഴും നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ ഇതിനോടൊന്നും മുഖം കൊടുക്കാൻ താരം തയ്യാറായിരുന്നില്ല. ഇപ്പോഴിതാ താൻ നേരിട്ട മാനസിക സംഘർഷത്തെക്കുറിച്ച് തുറന്നു പറയുകയാണ് പാർവതി. ബാംഗ്ലൂർ ഡേയ്സിന്റെ ഷൂട്ടിംഗ് സമയത്ത് ഞാൻ കുഴഞ്ഞു വീണു. ഉടനെ എന്നെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. അന്ന് ആദ്യമായി എൻ്റെ ശരീരം സൂചന നൽകുകയായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ഉള്ളിലൊതുക്കുന്നുണ്ട്. ശരീരത്തിന് അത് എടുക്കാൻ സാധിക്കില്ലെന്നുള്ള സൂചന. മനസ്സ് ശരിയല്ലെങ്കിൽ ശരീരം നിർത്തുന്നു പറയും. അവിടുന്ന് സൈക്കോസമാറ്റിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ തുടങ്ങി. അന്ന് ഡോക്ടറിനടുത്ത് കൊണ്ടുപോയപ്പോൾ എനിക്ക് നെഞ്ചിനുള്ളിൽ ഭയങ്കര വേദനയായിരുന്നു. ശ്വസിക്കാൻ പറ്റുന്നില്ലെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഡോക്ടർ ചോദിച്ചു, ശ്വസിക്കാൻ പറ്റുന്നില്ല എന്നാണോ അറിയില്ല എന്നാണോ എന്ന്. അതെൻ്റെ ജീവിതം മാറ്റിമറിച്ചു. യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ശ്വസിക്കേണ്ടതെന്ന് ഞാൻ മറന്നുപോയി. എങ്ങനെയാണ് ശ്വസിക്കേണ്ടതെന്ന് ഡോക്ടർ പറഞ്ഞു തരേണ്ടി വന്നു. 2014 ഇത് നടക്കുന്നത്. ഞാൻ ഷോക്കായിപ്പോയി. സഹോദരന് കാര്യങ്ങൾ അറിയാമായിരുന്നു. മാതാപിതാക്കൾ അറിയാൻ കുറച്ച് വൈകി. എന്താണ് എനിക്ക് സംഭവിച്ചതെന്ന് കണ്ടെത്താൻ ശ്രമിച്ചു. ആ ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് പാനിക് അറ്റാക്ക് വരാൻ തുടങ്ങി. കാരണം ഉത്തരം എനിക്ക് അറിയില്ല. ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ടെന്നും ദേഹത്ത് വേദന വരുന്നുണ്ടെന്നും അറിയാം. പക്ഷേ യഥാർത്ഥത്തിൽ ദേഹത്ത് വേദനയില്ല. ഓരോ സിനിമകൾ കഴിയുന്തോറും പ്രശ്നങ്ങൾ സംഭവിക്കുന്തോറും ഇത് കൂടിക്കൂടി വന്നു. മാനസികാരോഗ്യത്തിന് തെറാപ്പി വളരെയധികം സഹായിച്ചു എന്നാണ് പാർവതി പറയുന്നത്. മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ നോക്കും പോലെ അടുത്ത സുഹൃത്തിന് നമ്മൾ കൊടുക്കുന്ന കരുതൽ പോലെ എന്തുകൊണ്ട് നമ്മളോട് ആ സ്നേഹം കാണിക്കുന്നില്ലെന്നും പാർവതി ചോദിക്കുന്നുണ്ട്. ശത്രുക്കളോട് പോലും നമ്മൾ ക്ഷമിക്കുമാകും, പക്ഷേ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ നമ്മൾ ക്ഷമിക്കുന്നില്ലെന്നും പാർവതി പറയുന്നു.